മറ്റൊരു ചിത്രത്തിനു വേണ്ടി മലയാളികൾ ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ടാവില്ല. ഒടുവിൽ എല്ലാ കാത്തിരിപ്പുകൾക്കും ഒടുവിൽ പൂമരം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ABRID ഷൈനും ഒപ്പം നടൻ കാളിദാസ് ജയറാമും നമുക്കൊപ്പം മീറ്റ് ദി എഡിറ്റേഴ്സിൽ അതിഥികളായി എത്തിയിരിക്കുന്നു. രണ്ടുപേർക്കും നമസ്കാരം. കാളിദാസിലേക്ക് വന്നാൽ ജയറാം എന്ന നടന്റെ മകൻ എന്നതുകൊണ്ട് മാത്രമല്ല, ബാലതാരമായി വന്ന് മലയാളികളെ അത്ഭുതപ്പെടുത്തിയ ഒരു ആളുകൂടിയാണ് കാളിദാസൻ. അപ്പോൾ കാളിദാസൻ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറെ സ്നേഹത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. പൂമരം തിയേറ്ററിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഒരു റിയാക്ഷൻ? ഇപ്പോൾ കാളിദാസിന് തോന്നുന്നത് എന്താണ്? സിനിമ കണ്ടു വരുന്നവരൊക്കെ വളരെ നല്ല റിപ്പോർട്ട്സാണ് പറയുന്നത്. പിന്നെ കലോത്സവം സംബന്ധിച്ച ഒരു മൂവി ആയതുകൊണ്ട് കലോത്സവങ്ങളിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ഒരു ഫീലാണ് കിട്ടുന്നത് സിനിമ കാണുമ്പോൾ. പിന്നെ കലോത്സവം എന്താണെന്ന് അറിയാത്തവർക്കൊരു ഫുൾ ഒരു എക്സ്പീരിയൻസ് ആണ്. കലോത്സവം എന്തായിരിക്കും ഒരു തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചിത്രം ഈ വൈകുന്നത് ട്രോളന്മാർക്കൊക്കെ ഒരു വിശേഷം തന്നെയായിരുന്നു അല്ലേ? ട്രോളുകൾ ഇത്രമാത്രം കൂടുതൽ വന്നിട്ടുള്ള ചിത്രമാണിത്. എന്തുകൊണ്ടാണ് ചിത്രം വൈകാൻ യഥാർത്ഥ കാരണം? സിനിമയുടെ ഷൂട്ടിംഗ് അത്ര അനായാസമായിരുന്നില്ല. ഒരു കലോത്സവത്തിൻ്റെ 5 ദിവസങ്ങൾ, 5 രാപ്പകലുകൾ ആണ് ഈ സിനിമയിലൂടെ പറയുന്നത്. 5 രാപ്പകലുകളും അതിൻ്റെ ഒരു ലൈനിലൊരു തുടക്കം തൊട്ട് ഒടുക്കം വരെ മറ്റൊരു രാഷ്ട്രീയം അതിൻ്റെ പിന്നിലൂടെ പറഞ്ഞ് അതിൻ്റെ പശ്ചാത്തലം യുവജനോത്സവമാണ്. ഈ 5 ദിവസത്തെ രാപ്പകലുകൾ ഈ തിരക്ക് ചിത്രീകരിക്കാൻ എന്ന് പറഞ്ഞാൽ അത്ര അനായാസമായിരുന്നില്ല. പ്രത്യേകിച്ചും ഇത്രയും കുട്ടികളെ നമുക്ക് ഇപ്പോൾ ഒരു ഫ്രെയിമിൽ നോക്കുമ്പോൾ നമ്മൾക്കൊരു കുറച്ച് ആക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ആ ആക്ടേഴ്സിന് ഒരു റോൾ കൊടുത്തിട്ട് കഥാപാത്രം കൊടുത്തിട്ട് പോലെ ആയിരുന്നില്ല പൂമരത്തിൽ എവിടെ ഫ്രെയിം വെച്ചാലും ചുറ്റും നിൽക്കുന്ന ആളുകൾ അതിനകത്തേക്ക് അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥ വേണം. യുവനോത്സവത്തിൻ്റെ പകലിലും രാത്രിയിലും അലിഞ്ഞു ചേരുന്ന ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് ചലനങ്ങൾ അതിനാവശ്യമുണ്ട്. അപ്പോൾ അതിനത്രത്തോളം കുട്ടികൾ അതിലേക്ക് അലിഞ്ഞു ചേരുന്ന തരത്തിലുള്ള കുട്ടികളുടെ മുഖങ്ങൾ, ഭാവങ്ങളൊക്കെ ആവശ്യമുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല. ഒരു നായക കഥാപാത്രത്തിലേക്ക് കാളിദാസൻ എങ്ങനെയാണ് പൂമരം എന്ന ചിത്രത്തിൽ എത്തിപ്പെട്ടത്? മറ്റ് ചിത്രങ്ങൾ, അതായത് ഈ ഒരു ബാലതാരമായിട്ടുള്ളതൊക്കെ കാളിദാസിനെ തേടി വന്നതായിരിക്കും. ഇതിനകത്ത് കാളിദാസ് കൂടി ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട് അല്ലേ പൂമരം? തീർച്ചയായിട്ടും. ഇത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞ പോലെ ആക്ഷൻ ഹീറോ ബിജു പടം കണ്ടു കഴിഞ്ഞ് എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഷൈൻ ചേട്ടനായിട്ട് നേരത്തെ പരിചയമുണ്ട്. പണ്ട് തൊട്ട് വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം തൊട്ട് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഫോണിൽ വിളിച്ച് കുറേ നേരം ബിജുവിനെ കുറിച്ച് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷൈൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ കേട്ട് നോക്ക്, കഥ കേട്ട് നോക്ക്. അങ്ങനെയാണ് ഒരു 1 ലൈൻ കേൾക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ഛനും അമ്മയും സക്സസ്ഫുൾ സിനിമ താരങ്ങളാണ്. അച്ഛൻ നായകനായി വന്ന് നായകനായി തുടർന്നു. അങ്ങനെ മലയാള സിനിമയിൽ ആരും ഉണ്ടാവില്ല. അമ്മയും നായകനായി വന്ന് നായികയായി രംഗം അവസാനിപ്പിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് റോൾ എന്തായാലും പൂമരം തിരഞ്ഞെടുക്കുമ്പം കാളിദാസന് ഉണ്ടാവുമല്ലോ. അതെന്തായിരിക്കും? അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ അപ്പ പറഞ്ഞു, നിൻ്റെ ഏജിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ക്യാരക്ടറായിരിക്കും. ഷൈൻ ചേട്ടനും അതാണ് പറഞ്ഞത്, നിൻ്റെ ഏജ് ഈ ക്യാരക്ടറിന് പറ്റിയതാന്ന് പറഞ്ഞു. അപ്പോൾ അതായിരിക്കും എനിക്കൊന്ന്. തീരുമാനം എടുക്കുന്നതിൽ അവരെന്തെങ്കിലും പങ്കുവഹിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. കാളിദാസൻ ചെറുപ്പത്തിൽ വലിയ തടിയനായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയാണോ കാളിദാസൻ ഒന്ന്? ഇല്ല, ജനറലി സിനിമ അല്ലാതെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിനും അതൊരു നല്ലതല്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് തടി കുറയ്ക്കാൻ. താങ്കളുടെ സിനിമ ഇപ്പം ആദ്യത്തേന് ക്രിക്കറ്റായിരുന്നു പ്രമേയം, പിന്നീട് ഒരു പോലീസ് സ്റ്റോറി, ഒരു പോലീസുകാരൻ്റെ ജീവിതം, ഇപ്പോൾ ഒരു ക്യാമ്പസ്. ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ, അതോ സാധാരണഗതിയിൽ സംഭവിച്ചു പോകുന്നതാണോ ഈ ടോപ്പിക്കുകൾ? നമ്മളൊരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഈ പൂമരത്തിൻ്റെ പശ്ചാത്തലം, കഥാപശ്ചാത്തലം, 5 ദിവസത്തെ വിനോദത്തിൻ്റെ രാപ്പകലുകൾ എന്നുള്ള സങ്കല്പമായിരുന്നു എൻ്റെ ആദ്യ സിനിമാ സങ്കല്പം. അതിനുശേഷം അത് പക്ഷേ ആദ്യം നടന്നില്ല. അപ്പോൾ ആദ്യം നടന്നത് 1983 എന്നൊരു സിനിമയാണ്. അതിനുശേഷം നിവിൻ കൂടെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഒരു പോലീസ് സിനിമ ചെയ്യാം എന്ന് പറയുകയും പിന്നീട് അപ്പോഴാണ് ഞാൻ ആക്ച്വലി പോലീസിനെ കുറിച്ച് അന്വേഷിക്കാൻ തന്നെ ഇറങ്ങിയതും പോലീസ് സിനിമകൾ കാണുകയൊക്കെ ചെയ്തത്. നിവിൻ്റെ ഒരു സജഷൻ, നിവിന് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. നിവിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയ സിനിമയാണ്. പക്ഷേ പൂമരം അപ്പോഴും രണ്ടാമത് പൂമരം ചെയ്താലോ എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ മൂന്നാമത് പൂമരം തന്നെ ആയിരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ ആ സിനിമയിലേക്ക് എത്തുകയും ചെയ്തു. എൻ്റെ കലോത്സവ ഓർമ്മകളും പിന്നീട് ഞാൻ കോളേജിൽ നിന്ന് പോകുന്ന ശേഷമുള്ള കലോത്സവത്തിൻ്റെ തിരക്കുകളും ഒക്കെയാണ് സിനിമയിലേക്ക്. ഈ ചിത്രം വൈകിയതിൻ്റെ കാരണം സൂചിപ്പിച്ചല്ലോ. അപ്പം ഈ കലോത്സവ വേദികളിൽ, യഥാർത്ഥമായി കലോത്സവം നടക്കുന്ന വേദികളിൽ ചെന്ന് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു, അങ്ങനെയായിരുന്നു? അല്ലല്ല, കലോത്സവ വേദികളിൽ നമ്മൾ പോയിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കലോത്സവ വേദിയിലെടുത്ത ഫുട്ടേജും നമ്മുടെ ഫുട്ടേജും ഒന്നും അറിയാത്ത രീതിയിൽ നമ്മളത് കറക്റ്റായിട്ട്
കാളിദാസ് വേദികളിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് ആർട്ടിസ്റ്റുകളെ ഇറക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. കാളിദാസ് എബ്രിഡ് ഷൈനെ പോലെ ഒരു നല്ല സംവിധായകനാണ് പൂമരം ഒരുക്കുന്നതെങ്കിൽ പോലും അതിന് അകാരണമായിട്ടുള്ളൊരു വൈകൽ ഉണ്ടായിരുന്നു. അകാരണം എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ്. 1.5 വർഷക്കാലത്തെ ആ പാട്ട്, ലോകപ്രശസ്തമായ പാട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സിനിമ കാണാൻ കൊതിച്ചു നിൽക്കുകയായിരുന്നു ഏറ്റവും കുറഞ്ഞത് മലയാളി ഓഡിയൻസ് എങ്കിലും. അതിനിടയിലാണ് നേരത്തെ ഷെമിൻ പറഞ്ഞതുപോലെ ട്രോളുകളുടെ പൂരം സംഭവിക്കുന്നത്. ഇത് കാളിദാസനെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, എനിക്ക് ട്രോളൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരി വരാറുണ്ട്. ആ ഒരു സെൻസിൽ നമ്മൾ എടുക്കാറുള്ളൂ. ഇതിനൊന്നും അത്രയും എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ എടുക്കാറില്ല. പിന്നെ എല്ലാവരുടെയും ക്രൂയുടെ അടുത്തൊക്കെ കാണിച്ച് ഞങ്ങളതൊരു ലൈറ്റായിട്ടേ എടുക്കാറുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ട്രോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഷെയർ ചെയ്തു. ഈ സിനിമയേക്കാൾ ഉപരിയായി അതിൻ്റെ പാട്ട് ലോക പ്രശസ്തിയിലേക്ക് വന്നു. അങ്ങനെയാണ് കാളിദാസ് എന്ന് പറയുന്ന ഒരു നടന് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം കിട്ടിയിട്ടുള്ളത്. അത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞോ? രണ്ടുപേരും കൂടിയാണ്. സിനിമ പറയുന്നത് കവിത പോലെയാണ് സിനിമ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ഓരോ വരികളും ഓരോ പാട്ടും ഓരോ ഇമോഷൻസ് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില 4 ഷോട്ടുകൾ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വരികളും പാട്ടുകളും സംഗീതവും കൂടെ ചേർത്ത് അനുഭവവേദ്യമാക്കുന്ന രീതിയിലാണ് ആ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ്. ആ രീതിയിൽ സിനിമയുടെ ഒരു ഗ്രേസ് കാളിദാസൻ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ ആദ്യമധ്യാന്തം, എൻ്റെ തുടക്കം തൊട്ട് അതിനോട് ഒരു വളരെ സാത്വികനായിട്ടുള്ള ഒരു കോളേജ് യൂണിയൻ, ഒരു അച്ഛൻ്റെ ഒരു മകൻ, ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ. കോളേജ് യൂണിയൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബഹളം അങ്ങനെ ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ ഞാൻ മഹാരാജാസ് കോളേജ് യൂണിയൻ ചെയർമാനെ പരിചയപ്പെട്ട അവനിൽ നിന്നാണ് ഞാൻ ആ ക്യാരക്ടർ എടുത്തത്. അപ്പോൾ സപ്ലി ഒന്നും ഇല്ലാത്ത, താരതമ്യേന അങ്ങനെ വലിയ പരാതിയില്ലാത്ത ഒരു സർവ്വസമ്മതനായിട്ടുള്ള ഒരാളെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കുകയും അത്തരത്തിൽ ഒരു മിടുക്കനായിട്ടുള്ള ഒരു പയ്യനും അവനോട് ചേർന്നിട്ടാണ് ആ കഥാപാത്രം ഡെവലപ്പ് ചെയ്തെടുത്തത്. അതിലേക്ക് കാളിദാസനെ കൊണ്ടുവരാൻ എനിക്ക് എളുപ്പമായിരുന്നു. പിന്നീട് അതിൻ്റെ ഓരോ സ്റ്റേജിനും അതിന് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ഏരിയയിലെല്ലാം എനിക്ക് കാളിദാസനെ അതിൻ്റെ ഗ്രേസോടുകൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ. എവരിനെ സംബന്ധിച്ചിടത്തോളം നിവിൻ പോളി ചിത്രങ്ങളാണ് ആദ്യം രണ്ടും, പിന്നീടാണ് കാളിദാസനെ പോലുള്ള താരതമ്യേന പുതുമുഖമായ. എങ്ങനെയാണ് കാളിദാസനിലേക്ക് എത്തിയത്? കാളിദാസൻ ആക്ഷൻ ഹീറോ ബിജു കണ്ട ശേഷം ഞാൻ പൂമരത്തിൻ്റെ വർക്കിലേക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സെപ്റ്റംബറിൽ എന്തായാലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ സെപ്റ്റംബറിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ജയറാമേട്ടൻ ആക്ഷൻ ഹീറോ ബിജു കണ്ടിട്ട് വിളിക്കുകയും വളരെ ഇഷ്ടമായി സിനിമ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ മലയാളത്തിൽ സിനിമ ചെയ്യാൻ അന്നേരം പ്ലാൻ ഉണ്ടായിരുന്നില്ല, തമിഴ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ഷൻ ഹീറോ ബിജു കണ്ട സ്നേഹത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ കണ്ണൻ മലയാളത്തിൽ വരികയാണെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സിനിമയിൽ PG സെക്കൻഡ് ഇയർ പഠിക്കുന്ന മഹാരാജാസ് കോളേജിൻ്റെ ചെയർമാനായിട്ട് കണ്ണൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ കണ്ണനെ കാണുകയും ഞാൻ ഈ കോളേജിലെ എല്ലാ കുട്ടികളുമായിട്ടാണ് കണ്ണനെ കാണാൻ പോയത്, പെരുമ്പാവൂരുള്ള കണ്ണൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്കത് നന്നായി തോന്നി. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് കണ്ണനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. വലിയ ബ്രേക്ക് ആ പാട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അതൊരു ഇപ്പോൾ അഡാർ ലെവലെ ഒരു രംഗം ഇപ്പോൾ വലിയ തോതിൽ, അതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊന്ന് പൂമരത്തിലെ ഈ പാട്ടായിരുന്നു. പക്ഷേ ആ ഒരു സോങ് മാത്രമല്ല, എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഒരുപാട് പാട്ടുകൾ ഈ സിനിമയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള വരികളുള്ള പാട്ടുകൾ സാർ. അത് നമ്മൾ പാട്ടുകൾ റിലീസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് ഇന്നും നാളെയൊക്കെ പാട്ടുകൾ റിലീസ് ചെയ്യുമ്പോൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. എന്തായാലും ഡെഫിനറ്റായിട്ട് ഇഷ്ടമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഗംഭീരമായ വരികളും പോയറ്റിക്കായിട്ടുള്ള വരികളും സംഗീതം ഉണ്ടത്. ഒന്ന് കേട്ട് നോക്കുക. ഏറ്റവും ഡീറ്റെയിൽസിലേക്ക് എബ്രിഡ് ഷൈൻ പോകുന്നത് ആ സിനിമയുടെ ഒരു ടോട്ടാലിറ്റിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടാവുമെന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ അത് ചില റിവ്യൂസിൽ അതൊരു ഏച്ചുകെട്ടലായി തോന്നി. കാൻഡിഡ് ക്യാമ്പ് ഇല്ല, അത് എനിക്ക് തോന്നുന്നത് ഒരു യുവനോത്സവ വേദിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ അനുഭവവേദ്യമാവട്ടെ. യുവനോത്സവ വേദി ഫീൽ ചെയ്തില്ല എങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന പത്രങ്ങൾ വായിക്കുന്ന വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന കാര്യമാണ് സെൻറ്റ് തെരേസസ് കോളേജും മഹാരാജാസ് കോളേജും തമ്മിലുള്ള മത്സരം. ഇതേ മത്സരം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവിടുത്തെ ദേവഗിരി കോളേജും ഫറൂഖ് കോളേജും തമ്മിലുണ്ട്. തിരുവനന്തപുരത്ത് 2 കോളേജും തമ്മിലുണ്ട്. മാറിമാനീസും ബസേലീസും തമ്മിലുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബ്രണ്ണൻ കോളേജും പയ്യന്നൂർ കോളേജും തമ്മിലുണ്ട്. അപ്പോൾ മത്സരം നടക്കുന്ന 2 കോളേജുകൾ. ഞാൻ മഹാരാജാസ് കോളേജ് പഠിച്ചിട്ടില്ല.
എനിക്ക് സെൻറ് തെരേസ് കോളേജിൻ്റെ അകത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെല്ലുമ്പോൾ എന്താണോ സെൻറ് തെരേസസ് കോളേജിലെ യൂണിയൻ്റെ കുട്ടികൾ അനുഭവിക്കുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചയായിരുന്നു, പുതിയ ഈ അനുഭവമായിരുന്നു. സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എബ്രിഡ് ഷൈനുമായി ചേർന്ന് നിൽക്കുന്നത് ഒന്ന് 1983 എൻ്റെ കാലഘട്ടമാണ് പറയുന്നത്. 92-ലാണ് ഫൈനൽ നടക്കുന്നതെങ്കിൽ ഞാൻ ഏതാണ്ട് കോളേജ് വിടുന്ന അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വിടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ചേർന്ന് നിൽക്കാൻ കഴിയുന്നൊരു ചിത്രമായിരുന്നു അത്. ആ നിലയിൽ വലിയൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇതിപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും എനിക്കറിയാം, നമ്മളും ക്യാമ്പസുമായി ബന്ധപ്പെട്ടും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും ഈ പറയുന്നത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ ചില ഓർമ്മകൾ സിനിമകളിലേക്ക്? ഓർമ്മകൾ മാത്രമല്ല സാർ, ഇതിൻ്റെ അവസാനം ഒരു ഫിക്ഷനുണ്ട്, റിയാലിറ്റി അല്ല ഇതിൻ്റെ അവസാനമായി. അതിൻ്റെ അവസാനത്തേക്ക് നമ്മളൊരു ഫിക്ഷനിലേക്ക് യാത്ര പോകുന്നുണ്ട്. ഞാൻ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മളെ എന്താണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, ഞാൻ സിനിമയിലൂടെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഞാൻ സിനിമയിലൂടെ കണ്ടിട്ടില്ലാത്ത, എന്നെ ഇമോട്ട് ചെയ്യിപ്പിച്ച, എന്നെ ചിരിപ്പിച്ച, അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു സിനിമയെ പിന്തുടർന്നല്ല ഞാൻ 3 സിനിമയും ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ആസ് എ ഡയറക്ടർ ഞാൻ 2 സിനിമ കഴിഞ്ഞ് 3ാമത്തെ സിനിമ 6 വർഷം കൊണ്ട് ഈ 3 സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ തൃപ്തനാണ്. ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. കാളിദാസിനെ സംബന്ധിച്ചിടത്തോളം തമിഴും മലയാളവുമായി അങ്ങനെയുണ്ടോ ഒരു ഭാഷയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള ലക്ഷ്യം? ഇല്ല, നല്ല സിനിമ എവിടെ വന്നാലും അത് ലാംഗ്വേജ് ഒരു ആക്ടറിന് ഒരു ബാരിയറാണെന്ന് എനിക്ക് ഇതുവരെ. തമിഴും ഇതേപോലെ മലയാളം പോലെ ഫ്ലുവൻ്റ് ആണല്ലോ. അതെ, ഞാൻ പഠിച്ച് വളർന്നതൊക്കെ ചെന്നൈയിലാണ്. തമിഴില് അജിത്തിനെയും സൂര്യനെയും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അച്ഛനൊരു മിമിക്രി താരം കൂടിയാണ്. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമോ? എന്തെങ്കിലും അടുത്ത പ്രാവശ്യത്തേക്ക് എന്തെങ്കിലും. ഓക്കെ, അച്ഛനും അമ്മയും സിനിമ കണ്ടിട്ട് എന്തായിരുന്നു പറഞ്ഞത്? ഭയങ്കര ഇമോഷണലായി. ഫസ്റ്റ് ഡേ നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു സിനിമ കണ്ടത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു തിയേറ്ററിൽ. ഭയങ്കര എനിക്ക് ആദ്യമായിട്ട് എങ്ങനെ ഒരു എക്സ്പീരിയൻസ്. മിമിക്രി ചെയ്യണ്ട, പക്ഷേ മിമിക്രി രക്തത്തിലുണ്ട്. ഞാൻ കോളേജിലൊക്കെ കൾച്ചറൽസിന് മിമിക്രി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഈ സ്റ്റേജിലൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഈ പാട്ടിറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ കോളേജ് യൂണിയൻ ഉദ്ഘാടനം, ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ടുള്ളത് കാളിദാസ് എന്ന് തോന്നുന്നത്. എത്രയോ വേദികളിൽ കേരളത്തിൽ ധാരാളം കോളേജുകളിൽ പരിപാടികളുണ്ടല്ലേ? അവിടെ കുട്ടികൾ ആവശ്യപ്പെട്ടില്ലേ പാട്ട് പാടുക, മിമിക്രി? അതെ, അവിടെ എന്തെങ്കിലും ചെയ്യിപ്പിക്കാതെ വിടില്ല അവർ. അപ്പം അതൊക്കെ ശരിക്കും ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അച്ഛനും അമ്മയും നടനും നടിയും ഒക്കെ ആവുന്നത് ഒരു സമ്മർദ്ദമാണോ കാളിദാസിനെ സംബന്ധിച്ചിടത്തോളം? ഇല്ല, ഒരിക്കലും അങ്ങനൊരു എനിക്കൊരു ഇതുവരെ അങ്ങനെ പ്രഷറൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അവരുടെ മകൻ എന്നുള്ള നിലയിൽ കാളിദാസന്റെ മേലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. എൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ പേര് കളയാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള മൂവീസ് സെലക്ട് ചെയ്യും. അനീതി കൂടുതലും സ്പോർട്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അനീതിക്ക് സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞത്? കണ്ടോ സിനിമ? ഇല്ല, കണ്ടില്ല. അവിടെ അബ്രോഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇനിയിപ്പോൾ റിലീസ് ആയിട്ടില്ല, ആവാൻ പോകുന്നേ ഉള്ളൂ. മലയാളത്തിൽ അടുത്ത ചിത്രങ്ങൾ ഏതെങ്കിലും ഒന്നും ആയിട്ടില്ല. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്ന തമിഴ് മൂവിയാണ്. അൽഫോൺസ് പുത്രൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം. അൽഫോൺസിന്റെ നെക്സ്റ്റ് മൂവി ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രോജക്റ്റ്. ഈ എബ്രിഡ് ഷൈൻ്റെ അടുത്ത സിനിമയും ഈ 2 വർഷം ഉണ്ടോ? അപ്പോൾ ആലോചന തുടങ്ങി? ഞാനിപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി 2 വർഷം കഴിഞ്ഞ സിനിമ റിലീസ് ചെയ്യണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. അതങ്ങനെ അത് ഷൂട്ട് ചെയ്ത് തീരണ്ടേ? ഞാൻ ഷൂട്ട് ചെയ്ത് അത് അവസാനിച്ച് അത് എഡിറ്റ് ചെയ്ത് എല്ലാ പ്രോസസ് ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഇല്ലാതിരുന്നതുകൊണ്ടോ ഒന്നും വൈകിപ്പോയ സിനിമയല്ല. സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമ തീർത്ത് അവസാനിപ്പിച്ച് വന്നപ്പോൾ ഈ സമയമായതേ ഉള്ളൂ. എബ്രിഡ് ഷൈനെ പോലെ ഇങ്ങനെ മനസ്സിലിട്ട് കഥ കൊണ്ടു നടക്കുന്ന ഒരാളുമായിട്ട് യോജിച്ചു പോകുക എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് മഹാരാജാസ് നായകനും സെന്റ് തെരേസാസ് നായികയുമാണ് അല്ലേ? അപ്പോൾ ആ നിലയിൽ കഥ മുഴുവൻ മനസ്സിലാണ്, എന്താണ് ഡയലോഗ് എന്നുള്ളത് മുഴുവൻ മനസ്സിലാണ്. കാളിദാസൻ ചോദിച്ചാലോ പ്രൊഡ്യൂസർ ചോദിച്ചാലോ. ഞാൻ പക്ഷേ കണ്ണനോട് കഥ പറഞ്ഞു കൊടുത്തായിരുന്നു. ഞങ്ങൾ യാത്രയിൽ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കാണുമ്പോൾ കണ്ണനോട് കൃത്യമായിട്ട് ഇതാണ് കഥ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ക്ലൈമാക്സ്, എൻ്റെ എൻഡിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണോടെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ ഒരു യാത്ര പോയപ്പോഴാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്നതിൽ തുടങ്ങി ഇന്നതിലാണ് അവസാനിക്കുന്നതെന്ന് ഞാൻ കണ്ണനോടും ജയറാമേട്ടനോടും പറഞ്ഞ കഥയിൽ നിന്ന് ലെവലേശം വ്യത്യാസം വന്നിട്ടില്ല പൂമരം ഈ 2 വർഷം കഴിഞ്ഞപ്പോഴും. പക്ഷെ അതിൻ്റെ രംഗങ്ങൾ ഇംപ്രവൈസ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ
നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ബ്രെയിൻ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര പ്രാക്ടിക്കൽ. കാളിദാസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച സിനിമ തന്നെയാണോ റിലീസ് ചെയ്തപ്പോൾ കണ്ടത്? തീർച്ചയായിട്ടും അതിനേക്കാളും ഒരു പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സിനിമയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഷൈൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത്. കണ്ണനുള്ള ഡയലോഗുകൾ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കുകയും പിന്നീട് കണ്ണത് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലെല്ലാം നടൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. കാരണം ഒരു ആക്ടർ അയാളുടെ കണ്ണിൽ ഒരു സാധനം വരിക എന്നുള്ള സാധനം, അത് ചിരിക്കുമ്പോൾ കണ്ണിൽ ചിരിക്കുക, കണ്ണിലൂടെ ചിരിക്കുക, ഹൃദയത്തിൻ്റെ ഭാഷയിലൂടെ ചിരിക്കുക എന്നൊക്കെ പറയുന്ന സാധനമില്ല. അതെല്ലാം അവൻ പാട്ട് പാടുമ്പോൾ അവൻ്റെ തൊണ്ട ജയറാമാണോ അതോ പാർവതിയാണോ? ആരാ അല്ല, അങ്ങനെ അവൻ വേറിട്ടൊരു അവൻ പാട്ട് പാടുമ്പോൾ അവൻ്റെ ഞരമ്പ് തെളിഞ്ഞു വരുന്നു, അവൻ്റെ കണ്ണ് എല്ലാ സാധനം വരുന്നു, ചിരിച്ചുകൊണ്ട് മാത്രമല്ല ഡയലോഗ് പറയുമ്പോഴെല്ലാം ആ സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബ്രില്യൻസ് ഉണ്ടാവും ക്യാപ്ചർ ചെയ്യാനുള്ളൊരു. ജയറാമിനെ സംബന്ധിച്ചിടത്തോളം പത്മരാജൻ എന്ന് പറയുന്നൊരു ഒട്ടും മോശക്കാരനല്ല എബ്രിഡ് ഷൈൻ അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ നിലയിലൊരു വലിയ ഭാഗ്യം. അതെ, തീർച്ചയായിട്ടും. ഈ നമ്മുടെ ക്യാമ്പസുകളെ പറ്റിയൊക്കെ കാളിദാസനോട് നേരത്തെ പറഞ്ഞു കൊടുത്തു. കാളിദാസൻ പഠിച്ചിട്ടില്ലോ, കുട്ടികളുടെ സ്വഭാവം മനസ്സിലാക്കാൻ. കുട്ടികളുടെ കൂടെയായിരുന്നു കാളിദാസൻ. ഇപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ ചെയർമാനായിരുന്നു. മഹാരാജാസ് കോളേജിൻ്റെ ചെയർമാനാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ അവൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ കണ്ണനെ വിട്ടത്. അപ്പോൾ അവൻ്റെ ഭാഷയും അവൻ്റെ രീതിയും ഒക്കെ കണ്ണൻ ആ കുട്ടികളുടെ കൂടെ തന്നെയായിരുന്നു കണ്ണൻ. കാളിദാസന് പക്ഷേ പുതിയ അനുഭവമായിരിക്കും അതല്ലേ ഇവിടുത്തെ ഇത്തരം ഒരു ക്യാമ്പസൊക്കെ? അതെ, ഞാൻ ഷൈൻ ചേട്ടൻ ആദ്യം എൻ്റെ അടുത്ത് കഥ വന്ന് ഫോണിൽ പറയുമ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ചെയർമാനെ നേരിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഷൈൻ ചേട്ടൻ പറഞ്ഞു നീ കയറിപ്പോരെ. അതിന് ക്ലിയർ ആയിട്ടൊരു റിഹേഴ്സലും അങ്ങനത്തെ കുറെ വർക്ക് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതിനകത്ത് ഹോംവർക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കാം അല്ലേ, കോളേജിന്റെ അതിന്റെ ഓരോ ഡീറ്റെയിൽസും കുട്ടികളുടെ കൂടെ നടന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പ്ലോട്ട് മനസ്സിൽ വരുമ്പം ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് ചിന്തിച്ചിരുന്നോ ശരിക്കും? പ്രതിസന്ധികൾ എനിക്ക് 100% അറിയാം. കാരണം ഇത് റീക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമല്ലാന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാനൊരു ഒരു ഫിലിം ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് എളുപ്പമല്ല ആളുകളെ കിട്ടാനായിട്ടല്ലേ. ഇത്രയും അതും എല്ലാവരും അതുപോലെ ഗ്രേസുള്ള ആളുകൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അത് അത്ര എളുപ്പമല്ല. ആക്ഷൻ ഹീറോ ബിജു മാറ്റിയെടുത്ത് ഡയലോഗ് ഓറിയൻറ്റഡാണ്. പക്ഷേ 1983 ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞു കേട്ടതനുസരിച്ച് പൂമരമാണെങ്കിൽ പോലും ദൃശ്യങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. അതിനകത്ത് ആവശ്യമായ ഡയലോഗ് നമ്മൾ നേരെ തിരിച്ചു പോയില്ലേ സിനിമ എന്ന് പറയുന്നത്. ഡയലോഗ് എഴുതുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള സീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള നിലയിൽ പല രീതിയിൽ ആദ്യകാലത്തെ ഡയലോഗ് തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ. ഡയലോഗുകളില്ലാത്ത സംഗീതം മാത്രമുള്ള സിനിമകളുണ്ട്, ഡയലോഗ് ഒട്ടുമേ ഇല്ലാത്ത സിനിമകളുണ്ട്. എന്തായാലും അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഒരു വിഷ്വൽ. ഞാൻ ഫോട്ടോഗ്രാഫറായിരുന്നു. ഞാൻ എത്രയോ വർഷം ഫോട്ടോഗ്രാഫറായിട്ട് 16 വർഷം ഫോട്ടോഗ്രാഫറായിരുന്നു. ഞാൻ ഫോട്ടോഗ്രാഫറായിരുന്ന സമയത്തും ന്യൂസ് ഫോട്ടോഗ്രാഫറായിരുന്ന സമയത്തും നമ്മളോട് ന്യൂസ് എഡിറ്റർ എന്താ പറഞ്ഞിരുന്നത്, 1000 വാക്ക് സംസാരിക്കണം ഒരു ഫോട്ടോ എന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളൊരു വിഷ്വൽ പറയുമ്പോൾ 4 വിഷ്വൽ കണക്ട് ചെയ്താൽ അത്രയും ഭാഷ ആ വിഷ്വലുകൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അതൊരു ഇമോഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലേ. 5 കുട്ടികൾ ഒരുമിച്ചിരുന്ന് അവർ ഒരു പാത്രത്തിൽ നിന്ന് 5 പേര് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ഇമോഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പറയുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. അതിനൊപ്പം ഒരു സംഗീതം പോവുകയും അതിനൊപ്പം ഒരു മനോഹരമായ വരികൾ ഉണ്ടെങ്കിൽ. നമ്മുടെ ഈ സിനിമയുടെ ഇൻ്റർവെല്ലിൽ ഞാൻ എഴുതി കാണിച്ചത് അത് രാത്രിയാണ്. രാത്രികാലത്ത് കുട്ടികളെല്ലാം ഒത്തുചേർന്ന ഒരു രാവിൽ കുട്ടികളെല്ലാം ഒത്തുചേർന്നപ്പോൾ അവർ പാടിയത് നേരമായി നിലാവിലി ജാലകം തുറന്നിടാം, തൂവലായി വിലോലമീ വീഥിയിൽ അലിഞ്ഞിടാം എന്നാണ് അതിൻ്റെ ആദ്യ വരി. ആ വരി ഞാൻ ഇമോഷണലാണ്. ആ വരി കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ആ സിനിമ പൂർണ്ണമാകുന്നത്. ഇനിയൊരു കാലത്തേക്ക് ഒരു പൂ വിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു, ഇനിയൊരു കാലത്തേക്ക് ഒരു തീ പടർത്തുവാൻ ഇവിടെ ഞാൻ മിഴികളും നട്ടു, വിരഹജനാലകൾ വിജനവരാന്തകൾ ഇവിടെ ഞാൻ എന്നെയും നട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആ സിനിമ. വാക്കുകൾക്കൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലാണ് അർത്ഥതലത്തിലേക്ക് ഒരു സിനിമ എത്തുന്നത്. അങ്ങനെയും സിനിമ വേണ്ടേ? തീർച്ചയായും. ഞാനും എൻ്റെ ആളും യഥാർത്ഥത്തിൽ മഹാരാജാസ് കോളേജിലൊരു പാടിപ്പതിഞ്ഞൊരു പാട്ടാണ് അല്ലേ? അതെ, മഹാരാജാസ് കോളേജിലെ കുട്ടികളുടെ ഇരുന്നാണ് ഞാൻ ആ പാട്ട് കേട്ടത്. അവിടെ ഫൈസൽ എന്നൊരു കുട്ടി പാടിയാണ് ഞാൻ ആ പാട്ട് കേട്ടത്. പക്ഷേ ആ പാട്ട് പിന്നീട് ആ പാട്ടിനെ കുറിച്ച് അന്വേഷിക്കുകയും അതൊരു പഴയ ഈ വള്ളത്തിൽ ജോലിയെടുക്കുന്ന ആളുകൾ ഇങ്ങനെ ഏലവും വെച്ചിട്ട് ഞാനും എൻ്റെ ആളും ലസ അങ്ങനെ ഒരു രീതിയിൽ പാടുന്ന വരികളായിരുന്നു. ആ വരികൾ
ഇവിടെ കോട്ടപ്പുറത്തുള്ള 2 പേർ ചേർന്ന് അതൊരു പാട്ടിൻ്റെ രൂപത്തിലാക്കുകയും അവർ പാടിയിരുന്നു വേറൊരു താളത്തിലായിരുന്നു. അതിൽ നിന്നൊരു ഗിറ്റാറൊക്കെ വെച്ചിട്ട് അതിനെ വേറൊരു മെലോഡിയസ് വേറൊരു ഫീലാക്കിയത് ഈ ഫൈസൽ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ഫൈസലിൻ്റെ നിന്നാണ് നമ്മൾ പാട്ടെടുത്തത്. ഞാൻ കേട്ടപ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്താൽ അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ വരികളുടെ ചില രസങ്ങളും നേരെ ഓപ്പോസിറ്റാണ് നിങ്ങൾ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അല്ലേ? ഏതാ എന്താണോ അതിൻ്റെ ശരിയായ താളം അതിൻ്റെ ഓപ്പോസിറ്റ് താളത്തിലാണ് നിങ്ങൾ ആ പാട്ടിനെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് ഫൈസൽ ചെയ്തതിനെ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്ത് വീണ്ടും അതിന് ആലാപം ഒക്കെ ചേർത്തിട്ട് അതിനൊരു ഏറ്റുപാടുന്ന പോലെയൊക്കെ ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ കാളിദാസിന് ആ പാട്ട് ഇഷ്ടമല്ലേ? 2 വരിയെങ്കിലും അത് പാടിയില്ലെങ്കിൽ ആളുകൾ നമ്മൾ എനിക്ക് പാടാൻ അങ്ങനെ ലിപ്സിംഗ് ഒരു ഏകദേശം ഈ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ഫൈസൽ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കൊന്ന് വീഡിയോ കാണുമ്പോൾ അറിയാമെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് അവൻ പാടുമ്പോൾ ഞാനത് ശരിക്കും ഏറ്റുപാടുമായിരുന്നു. അപ്പോൾ അത് എനിക്ക് കുറച്ചും പാട്ട് പാടാറില്ലേ? കാളിദാസ പാട്ട് പാടുന്നത്? പാട്ട് പാടാറില്ല, സിംഗറല്ല. പക്ഷെ മിമിക്രി അസലാണ്. വിജയൊക്കെ സൂപ്പറായിട്ട് ഈ അച്ഛൻ്റെ മേളക്കമ്പം ആനക്കമ്പം ഇതിലേതെങ്കിലും ഒക്കെ ഞാൻ പഠിച്ചിട്ടില്ല, ചെണ്ട പഠിച്ചിട്ടില്ല. പക്ഷേ അപ്പയുടെ പക്ഷേ ജയറാം വളരെ കാലങ്ങൾക്ക് ശേഷമല്ലേ പഠിച്ചത്? ആ സമയത്തൊന്നും പഠിച്ചിരുന്നില്ല അദ്ദേഹത്തിനൊരു. പക്ഷെ അപ്പയ്ക്ക് ഭയങ്കര പാഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയെക്കാളും കൂടുതൽ പാഷൻ ചിലപ്പോൾ ചെണ്ടയൊക്കെ ആയിരിക്കും. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ജയറാമിന്റെ മേളം ഉണ്ട്. അതെ അതെ. ആനയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതുപോലെ പൊതുവെ അനിമൽസ്, വീട്ടിൽ കുറേ പെറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാളിദാസിന്റെ ഒരു ലോഞ്ചാണല്ലോ ഈ സിനിമ. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട സിനിമയാണ് അല്ലേ? ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹീറോ ആയിട്ടുള്ള ഒരു ലോഞ്ചാണ്. അപ്പം മലയാളത്തിൽ ഇനിയും സിനിമാ സംബന്ധമായ ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു കരിയറിനെ എങ്ങനെയാണ് കാണുന്നത്? കുറേ ഇങ്ങനെ ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്കും ഇപ്പോൾ ഷൈൻ ചേട്ടനാണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് ഇത്രയും നാൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു ദിവസം പോലും ഷൂട്ടിങ്ങിന് പോകുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. ശരിക്കും ഒരു എല്ലാ പിള്ളേരും കൂടി പോയി അടിച്ചു പൊളിക്കുന്ന ഒരു ഫീലാണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണം. പിന്നെ നല്ല അവർ നമ്മളെ തേടി എത്തണം. അതാണ് എനിക്ക് തോന്നുന്നത്. കാളിദാസിന്റെ കരിയർ ഫിലിമാണ്, അഭിനയമാണ് എന്ന് ഉറപ്പിച്ചോ ഈ ഘട്ടത്തിൽ? അതൊരു പ്രധാന സമയമാണല്ലോ ഇപ്പോൾ. പണ്ട് തൊട്ടേ എനിക്ക് ആക്ടിങ് ആയിരുന്നു എൻ്റെ പാഷൻ. അപ്പോൾ അത് തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ ഫ്യൂച്ചറും അത് തന്നെയാണ്. എബ്രിഡ്, ഈ കഥകൾ തിരഞ്ഞെടുപ്പും ഇതാണ് എൻ്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കും. അപ്പോൾ 1983 ഇപ്പോൾ എൻ്റെ കാലഘട്ടത്തിൻ്റെ സിനിമയാണ്, ഞാൻ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ശരി. പക്ഷെ അത് എന്നോടൊരു കഥയായി പറയുകയാണെങ്കിൽ പോയി പണി നോക്കുന്നു പറയും. എങ്ങനെയാണ് ആ ഒരു സാധനത്തിൽ ഇങ്ങനെ ഒരു വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ കഴിയും? ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപമാക്കി അതിനെ പിന്നീട് മാറ്റാൻ കഴിയുന്നു താങ്കൾ തിരിച്ചറിയുന്നത്? ആദ്യം ഞാൻ സിനിമ ചെയ്യാൻ ആലോചിച്ചത് എന്നെ ഇമോട്ട് ചെയ്ത, എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത എന്ത് ഇൻസിഡൻ്റ് ഉണ്ടെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. ഞാൻ വായിച്ച കഥകൾ ഏതാണ്, ഞാൻ കണ്ട ഇൻസിഡൻസ് ഏതാണ്, ഞാൻ കേട്ട ഇൻസിഡൻസിൽ എന്നെ ഇമോട്ട് ചെയ്തത് ഏതാണെന്നാണ് ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇമോഷണലി എനിക്ക് ഇമോഷൻ ഉണ്ടാക്കിക്കൊണ്ടത് ഞാൻ വനിതയുടെ ഫോട്ടോഗ്രാഫറായിരുന്നു. ഞാൻ വൈകുന്നേരം ഓടി വന്നിട്ട് 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് ഞാൻ ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ അവൻ കളിക്കുമ്പോൾ, അവൻ സ്ട്രൈറ്റ് ഡ്രൈവ് കളിക്കുമ്പോൾ, അവനൊരു സ്ക്വയർ കട്ട് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ആനന്ദമാണ്. ഈ ആനന്ദം എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല, എനിക്ക് ഭയങ്കരമായ ആനന്ദം കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായ ആഹ്ലാദം വരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ആ ഇമോഷൻ ഉണ്ടായത് എന്നുള്ള ഒരു അന്വേഷണമാണ്. അപ്പോൾ എനിക്ക് ഇമോഷൻ ഉണ്ടായതിന് ഒരു പിന്നിലൊരു ചരിത്രമുണ്ട്. അത് വർഷങ്ങളുടെ, എൻ്റെ ഒരു അത്രയും വർഷങ്ങൾക്ക് മുൻപ് പോയാൽ എൻ്റെ 10 വയസ്സ് തൊട്ട് ഞാൻ ക്രിക്കറ്റിനെ സ്നേഹിച്ച് ഞാൻ പിതാവായി എനിക്കൊരു മോനുണ്ടായ ശേഷം അതേ സ്നേഹമുള്ളതുകൊണ്ടല്ലേ എനിക്ക് ആ ഇമോഷൻ ഉണ്ടായത്. ആ ഇമോഷനാണ് ബേസ്. ആ ഇമോഷൻ്റെ പിന്നിലേക്ക് പിടിച്ച കഥയാണ് 1983. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്നത് ഒരു പോലീസ് സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ നിവിൻ എന്നോട് പറഞ്ഞു, ഷൈൻ നമുക്ക് ഒരു പോലീസ് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളൊരു ഇടിപ്പടം ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ആക്ഷൻ ഹീറോ ബിജു എന്നൊക്കെ പേരിട്ടു. ഞാൻ വെച്ചൊരു കൊമേഴ്സ്യൽ ഫൺ പടം, ഒരു സ്പൂഫ് ഒരു പടം ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ ആദ്യം തന്നെ ടൈറ്റിലും കിട്ടും. ടൈറ്റിലിട്ട ശേഷമാണ് ഞാൻ ആക്ച്വലി കുറേ പോലീസ് സിനിമകൾ കണ്ടു. പോലീസ് സിനിമകൾ കണ്ടു ഞാൻ പോലീസ് എന്ന്. അപ്പോൾ ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി. അത് പോലീസിനെ കുറിച്ച് ഒന്നും അറിയാതെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇരുന്നിട്ട് തിരക്കഥ എഴുതി, തമാശകൾ എഴുതി പിടിപ്പിക്കുക. കുറേ നേരം കഴിഞ്ഞപ്പോൾ തോന്നി ഞങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, സ്റ്റക്കായി പോകുന്നു. കാരണം ഭയങ്കര ഫൂളിഷ്നെസ്സാണ് എഴുതി വയ്ക്കുന്നത്. സ്പൂഫാണെങ്കിൽ പോലും ഒരു
ഇങ്ങനൊരു സിനിമ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചിരിക്കും. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി എല്ലാ പോലീസ് സ്റ്റേഷനിലും കയറാൻ തുടങ്ങിയിരുന്നു. ക്യാമ്പസ് സിനിമയിൽ വന്നപ്പോൾ ഞാൻ കോളേജ് പഠിച്ചാണ്, അപ്പോൾ എനിക്കറിയാം കുറേ കാര്യങ്ങൾ. പിന്നെ ഇന്നത്തെ കോളേജിലെ കുട്ടികൾ എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ സമ്മാനാർഹരായിട്ടുള്ള കുട്ടികളാണ് ഈ മൂവിയിൽ ആക്ട് ചെയ്തിട്ടുള്ളതെല്ലാം. അതുകൂടാതെ ഇതിൻ്റെ യൂണിയൻ മെമ്പേഴ്സായിട്ട് സെൻറ്റ് തെരേസസ് കോളേജിലെ യൂണിയൻ മെമ്പേഴ്സായിട്ട് മാത്രം ഞാൻ ഓഡീഷന് വേണ്ടി വെച്ച് യൂണിയൻ മെമ്പേഴ്സ്, സെൻറ്റ് തെരേസസ് കോളേജിൻ്റെ യൂണിയൻ മെമ്പേഴ്സ്, അവർ വേറൊരു വിഭാഗത്തിന് അവർക്ക് വേണ്ടി മാത്രം ഓഡീഷൻ വെച്ചിട്ടെടുത്ത 12 കുട്ടികൾ ഒഴികെ ബാക്കി ആക്ട് ചെയ്തിട്ടുള്ളവരെല്ലാം ഈ കലാപ്രതിഭകളും കലാതിലകങ്ങളും ഒറിജിനൽ ആർട്ടിസ്റ്റുകളുമാണ്. സാറിന് ഇതിപ്പോൾ ഓഫ് ദ റെക്കോർഡ് പൂമരം സാറിന് കാണണം, എനിക്ക് തോന്നുന്നത് സാറിന് ഇഷ്ടമായിരിക്കും. അതിൻ്റെ അവസാനം നമ്മളൊരു അനാമോർഫിക് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻസ് അനാമോർഫിക് ഇൻസ്റ്റലേഷൻ ഇന്ത്യയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു ഇൻ്റർനാഷണലി ഞാൻ കണ്ടിട്ടുള്ള സാധനമാണ്. അതിനകത്ത് തന്നെ ഒരു ഇൻട്രാക്റ്റീവ് ഇൻസ്റ്റലേഷൻ, ഒരു ഇൻസ്റ്റലേഷൻ വിത്ത് പബ്ലിക്, ഒരു പബ്ലിക്ക് തിരികൊളുത്തുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരാശയം, പബ്ലിക്ക് എല്ലാവരോടും പരസ്പരം കൈകോർത്ത് തിരികൊളുത്തുമ്പോൾ മാത്രം തെളിഞ്ഞു വരുന്ന ഒരാശയം എന്നുള്ളൊരു സങ്കല്പത്തിൽ അതിനകത്തൊരു ഇൻസ്റ്റലേഷൻ കുട്ടികളെല്ലാം കൂടെ ചേർന്നിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്. ആർട്ട് പൂർണ്ണമാകുന്നത് അതെല്ലാവരും കൂടെ തിരിതെളിക്കുമ്പോൾ ആണെന്നുള്ളൊരു ആശയത്തിലൊരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പം പൂമരം ഇപ്പം എന്തായാലും കാളിദാസിൻ്റെ ആദ്യ സിനിമ തിയേറ്ററുകളിലുണ്ട്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ? തീർച്ചയായിട്ടും ഇതുവരെ ഒരുപാട് സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു. അതിന് ആ ഇമോഷൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, അത്രയധികം സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്നവരൊക്കെ നല്ല റിപ്പോർട്ടാണ് പറയുന്നത്. അപ്പോൾ ഇനിയും കാണാത്തവരെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഒരു മ്യൂസിക്കൽ ഫിലിമിലൂടെയാണ് വരേണ്ടതിരുന്നത് എന്ന് ചെറുപ്പം മുതൽ കാളിദാസിൻ്റെ പ്ലാനിങ് ഇല്ലായിരുന്നു, അതങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളായിട്ട് പ്ലാൻ ചെയ്തതല്ല, ഇതായിട്ട് അങ്ങനെ സംഭവിച്ചത്. പൂമരത്തിലെ പാട്ട് വളരെ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഒരു മൊമെന്റം വല്ലാതെ അങ്ങ് കൂടിയല്ലേ. അപ്പോൾ എക്സ്പെക്ടേഷനും കൂടി ചുറ്റുപാടുള്ളവർക്കും കാളിദാസിനെ സംബന്ധിച്ചിടത്തോളം. അത് പൂർണ്ണമായോ ഹൈബ്രിഡ് ഷൈനിലൂടെ എന്നുള്ളതാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് സാറ്റിസ്ഫൈ ആയി. ഇനിയിപ്പോൾ കണ്ടുവരുന്ന ഓഡിയൻസ് ബാക്കി പറയണം. അപ്പോൾ എല്ലാ ആശംസകളും, ചിത്രത്തിന് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി മീറ്റ് ദ ഡിറ്റേഴ്സിൽ പങ്കെടുത്തതിന്.